നമ്മളൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് എന്താണ് ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. പിന്നെ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ് എന്താണ്, പിന്നെ എന്ത് അഡ്വൈസാണ് യൂണിവേഴ്സിന് തരാനുള്ളത്, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്. ആദ്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോടുള്ള ഫീലിംഗ്, നിങ്ങൾ വളരെയധികം കെയറിങ് ആയൊരു വ്യക്തിയാണ്. നിങ്ങൾ കുടുംബത്തിന് വേണ്ടി സാമ്പത്തികമായിട്ട് നിങ്ങൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ വർക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പണം മാനേജ് ചെയ്യുന്ന രീതിയിൽ കുടുംബത്തിലെ കുടുംബത്തിലേക്ക് വരുന്ന സമ്പത്ത് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് വളരെയധികം കഴിവുണ്ട്. നിങ്ങൾ അതിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരാളാണ്. നിങ്ങൾ പാർട്ട്ണറെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നതിൽ നിങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഷെയറിംഗ് ആണ്, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് കാണുന്നത്. വളരെയധികം സപ്പോർട്ടീവ് ആണ്. ആരായാലും ആണായാലും പെണ്ണായാലും വളരെയധികം സപ്പോർട്ടിംഗ് ആയിട്ടാണ് കാണുന്നത്. ഇമോഷണലി നിങ്ങൾ പരസ്പരം ബാലൻസ് ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ്. അടുത്തതായിട്ട് യൂണിവേഴ്സിന്റെ അഡ്വൈസ്, കിങ് ഓഫ് പെന്റക്കസ് ആണ് വന്നിരിക്കുന്നത്. വളരെ മെയിനായിട്ട് സാമ്പത്തികം തന്നെയാണ് ഇതിൽ സ്ട്രോങ് പോയിന്റ് ആയിട്ട് കാണുന്നത്. കിട്ടുന്ന സമ്പാദ്യം നിങ്ങൾ ചിലപ്പോൾ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്നതായിരിക്കാം. അതിൽ സന്തോഷം കണ്ടെത്തുക എന്നാണ് പറയുന്നത്. സേവിങ്സ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ഭാവി ജീവിതത്തിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സേവിങ്സ് ഇപ്പം തന്നെ നിങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു അഡ്വൈസ് ആണ് ലഭിക്കുന്നത്. എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പണ്ട് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇമോഷണലി നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുകളയേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പോൾ പോയത് പോട്ടെ, അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കേണ്ട. പക്ഷെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ യൂണിവേഴ്സ് തരുന്നുണ്ട്. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്.